എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ 1ാം പാഠമായ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠത്തിലെ 13, 14 പേജിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ ആംഗിൾ അല്ലെങ്കിൽ കോണളവ് കണ്ടുപിടിക്കാനാണ്. അതിനായി നമുക്കൊരു പ്രൊട്രാക്ടർ വേണം. പ്രൊട്രാക്ടർ ആംഗിളിൻ്റെ ആ ഭാഗത്തേക്ക് കൃത്യമായി വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ, പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ താഴത്തെ ബേസ് ലൈനിൽ കൂടെ കൃത്യം കടന്നു പോകുന്ന രീതിയിൽ വെക്കുക. ഇതിന് ശേഷം മുകളിലേക്കുള്ള ലൈൻ ഏത് ആംഗിളിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. ഇവിടെ 60 ഡിഗ്രിയിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ ഈ ചിത്രത്തിലെ ആംഗിൾ അല്ലെങ്കിൽ കോണളവെന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അടുത്ത ചിത്രത്തിലും ഇതേപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ ചേർത്ത് വെക്കുക. ആംഗിൾ വരുന്ന ഭാഗത്ത് പ്രൊട്രാക്ടറിൻ്റെ സെൻട്രൽ ലൈനും പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ ചിത്രത്തിലെ താഴത്തെ ബേസ് ലൈനിൽ കൂടെ കടന്ന് കൃത്യം പോകുന്ന രീതിയിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെ ലൈൻ ഏത് ആംഗിളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. ഇവിടെ താഴത്തെ അളവുകളാണ് എടുക്കേണ്ടത്. 100, 110, 120, 130, 135 കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ചിത്രത്തിലെ കോണളവ് അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രി, 135 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ചിത്രം നോക്കാം. ഇവിടെയും പ്രൊട്രാക്ടർ നമ്മുടെ കോണ് അല്ലെങ്കിൽ ആംഗിൾ വരുന്ന ഭാഗത്ത് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ വെക്കുക. ബേസ് ലൈൻ താഴത്തെ ലൈനിൽ കൂടെ കൃത്യം കടന്നു പോകുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ആംഗിൾ മെഷർ ചെയ്യുക. ഇവിടെ 0, 10, 20 മുകളിലത്തെ കോണളവാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ആംഗിളാണ് എടുക്കേണ്ടത്. ഇവിടെ ലൈൻ കടന്നു പോകുന്നത് 60 ഡിഗ്രിയിൽ കൂടെയാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിലെ ആംഗിൾ അല്ലെങ്കിൽ കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. അവസാന ചിത്രം നോക്കുക. ഇവിടെയും പ്രൊട്രാക്ടർ ആംഗിൾ വരുന്ന ഭാഗത്ത് പ്രൊട്രാക്ടറിൻ്റെ സെൻട്രൽ ലൈൻ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബേസ് ലൈൻ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനുമായി കടന്നു പോകുന്ന രീതിയിൽ കൃത്യമായി അറേഞ്ച് ചെയ്യുക. വീണ്ടും രണ്ടാമത്തെ ലൈൻ ഏത് ആംഗിളിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. ഇവിടെ 0യിൽ നിന്നാണ് നമ്മുടെ ആംഗിൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 130 ഡിഗ്രിയിൽ കൂടെയാണ് രണ്ടാമത്തെ ലൈൻ കടന്നു പോകുന്നത്. അതിനർത്ഥം ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 130 ഡിഗ്രിയാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ബേസ് ലൈൻ 4 സെൻറ്റിമീറ്റർ വേണം. ഒരു എൻഡിലെ ആംഗിൾ 50 ഡിഗ്രി, അടുത്ത എൻഡിലെ ആംഗിളും 50 ഡിഗ്രി. അങ്ങനെ ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഈ ലൈനിൻ്റെ ഒരെൻഡിൽ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോർഷൻ വെക്കുന്നു. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനും നമ്മൾ വരച്ച ലൈനും ഒരേ രീതിയിൽ കടന്നു പോകണം. അവിടുന്ന് 50 ഡിഗ്രി, 50 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 50 ഡിഗ്രിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഈ പോയിൻറ്റും ആദ്യത്തെ വരയുടെ എൻഡും തമ്മിൽ യോജിപ്പിക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ ആദ്യം വരച്ച വരയുടെ മറ്റേ എൻഡിൽ വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോർഷൻ എൻഡിൽ വരുന്നു. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനും നമ്മൾ വരച്ച ലൈനും ഒരേപോലെ കടന്നു പോകുന്നു. വീണ്ടും 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 50 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഈ പോയിൻറ്റും ആദ്യത്തെ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് പുസ്തകത്തിലെ ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ 50 ഡിഗ്രി, ഈ ആംഗിളും 50 ഡിഗ്രി. ആവശ്യമില്ലാത്ത ഈ ലൈനുകൾ നമുക്ക് മായ്ച്ചു കളഞ്ഞാൽ പുസ്തകത്തിലെ ചിത്രം ലഭിക്കും. അടുത്ത ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ, മുകളിലത്തെ ഭാഗത്ത് 20 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിൾ, താഴ്ഭാഗത്തും 20 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ. അതിനുശേഷം പ്രൊട്രാക്ടർ ലൈനിൻ്റെ ആദ്യ എൻഡിൽ വെച്ചതിന് ശേഷം 20 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നിന്നാണ് അളക്കേണ്ടത്. 0, 10, 20. ഈ ലൈൻ തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റേ വശത്തു നിന്നും 20 ഡിഗ്രി അടയാളപ്പെടുത്തുക. ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെക്കുന്നു.
പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനും ലൈനും ഒരേ രീതിയിൽ കടന്നു പോകുന്നു. ഇവിടുത്തെ 0, 10, 20. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൻ്റെ മുകൾ വശം പൂർത്തിയാക്കി. ഇവിടെ 20 ഡിഗ്രി, ഇവിടെയും 20 ഡിഗ്രി. അടുത്തതായി താഴ്ഭാഗം പൂർത്തിയാക്കാം. അതിനായി പ്രൊട്രാക്ടർ താഴ്ഭാഗത്തേക്ക് വെക്കുക. ആദ്യത്തെ എൻഡിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിൻ്റ് ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിൽ കടന്നു പോകുന്നു. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനും ലൈനും ഒരേ രീതിയിൽ കടന്നു പോകുന്നു. 0, 10, 20. 20 ഡിഗ്രി ആദ്യം അടയാളപ്പെടുത്തുക. മറ്റേ എൻഡിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെക്കുക. ബേസ് ലൈൻ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ വെക്കുന്നു. ഈ 0, 10, 20 ഡിഗ്രി. ലൈനിൻ്റെ എൻഡ് പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ താഴ്ഭാഗത്തും നമുക്കൊരു ട്രയാങ്കിൾ ലഭിച്ചു. ഈ ആംഗിൾ 20 ഡിഗ്രി, ഈ ആംഗിളും 20 ഡിഗ്രി. അങ്ങനെ ചിത്രം നമുക്ക് പൂർത്തിയാക്കാം. അടുത്തതായി ഈ ചിത്രം പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബേസ് ലൈൻ 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഒരു വശത്തെ ആംഗിൾ 90 ഡിഗ്രി, മറുവശത്തെ ആംഗിൾ 30 ഡിഗ്രി, 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ചിത്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു സ്കെയിൽ ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ലൈനിൻ്റെ ആദ്യ എഡ്ജിൽ, ആദ്യ മൂലയിൽ വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ലൈനിൻ്റെ ആദ്യത്തെ അറ്റത്ത് വരുന്നു. ലൈൻ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനിൽ കൂടെ തന്നെ കടന്നു പോകുന്ന രീതിയിൽ വെക്കുക. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി, 30 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇവിടുത്തെ 0-ൽ നിന്ന് ആരംഭിക്കുക. 0, 10, 20, 30. 30 ഡിഗ്രിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവ രണ്ടും യോജിപ്പിക്കുക. ലൈനിൻ്റെ മറ്റേ എൻഡിൽ 90 ഡിഗ്രി ആംഗിളാണ് വേണ്ടിയത്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ലൈൻ ആ ലൈനിൻ്റെ എഡ്ജ് പോയിൻറ്റിൽ വെക്കുന്നു. ലൈൻ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനിൽ കൂടി തന്നെ കടന്നു പോകുന്നു. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആദ്യത്തെ ലൈനും ഇപ്പോഴത്തെ 90 ഡിഗ്രി ലൈനും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി, 30 ഡിഗ്രി. അടുത്തതായി അവസാന ചിത്രം നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ ഒരെൻഡിൽ 60 ഡിഗ്രിയും മറ്റേ എൻഡിൽ 120 ഡിഗ്രിയും വരുന്ന രീതിയിൽ 2 ലൈനുകൾ വരയ്ക്കുക. അതിൽ 3 സെൻറ്റിമീറ്റർ നീളമുള്ള 2 ലൈൻ വരച്ച് ഒരു പാരലോഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ ഒരറ്റത്ത് പ്രൊട്രാക്ടർ വെക്കുക. ഇവിടെ 60 ഡിഗ്രിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ആ ലൈനിൻ്റെ ആദ്യത്തെ അറ്റത്ത് വെച്ചു. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനും നമ്മൾ വരച്ച ലൈനും ഒരേ രീതിയിൽ കടന്നു പോകുന്ന രീതിയിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഇവിടുത്തെ 0-ൽ നിന്ന് ആരംഭിക്കുക. അങ്ങനെ 60 ഡിഗ്രിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഈ പോയിൻറ്റും നമ്മുടെ ലൈനും തമ്മിൽ യോജിപ്പിക്കുക. വീണ്ടും പ്രൊട്രാക്ടർ ലൈനിൻ്റെ മറ്റേ അറ്റത്ത് വെക്കുന്നു. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ലൈനിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ വെക്കുന്നു. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ നമ്മൾ വരച്ച ലൈനിൽ കൂടെ കൃത്യമായി കടന്നു പോകുന്ന രീതിയിൽ വെക്കുക. ഇനി നമുക്ക് വേണ്ടിയത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സൈഡിലെ 0-ൽ നിന്ന് ആരംഭിച്ച് 100 കഴിഞ്ഞ് 110, 120 അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഈ പോയിൻറ്റും ഈ ലൈനിൻ്റെ അറ്റവും തമ്മിൽ യോജിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടിയത് 3 സെൻറ്റിമീറ്റർ നീളമുള്ള 2 വശങ്ങളാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യം വരച്ച ലൈനിൽ ഒരു സ്കെയിൽ വെച്ച് 3 സെൻറ്റിമീറ്റർ വരുമ്പോൾ ഒരു പോയിൻ്റ് ഇടുക. അടുത്ത ലൈനിലും ഇതേപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചിത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ താഴത്തെ ലൈനിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ, ആദ്യത്തെ ആംഗിൾ 60 ഡിഗ്രി, അടുത്ത ആംഗിൾ 120 ഡിഗ്രി, 2 വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. ഈ 2 വരകൾ നമുക്ക് മായ്ച്ചു കളയാം. അപ്പോൾ പുസ്തകത്തിലെ ചിത്രം നമുക്ക് ലഭിക്കും. അവസാന പേജിലെ പ്രവർത്തനവുമായി തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.